പരോളിനിറങ്ങി മുങ്ങിയ കൊലക്കേസ് പ്രതി 20 വർഷത്തിന് ശേഷം ജയിലിൽ തിരിച്ചെത്തിയ ഒരു കൗതുകകരമായ വാർത്തയാണിത്. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഇടുക്കി സ്വദേശി തങ്കച്ചൻ 2 പതിറ്റാണ്ടിന് ശേഷം മകളുടെ ഭർത്താവിനെയും കൂട്ടി തിരികെ എത്തിയത്. തങ്കച്ചനെ തേടി പലതവണ പോലീസ് വിവിധയിടങ്ങളിൽ അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല. വയനാട്ടിലെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്നാണ് ഇയാളുടെ മൊഴി. 20 വർഷമായി വയനാട്ടിലെ പല എസ്റ്റേറ്റുകളിലും ജോലി ചെയ്തിരുന്നുവെന്ന മൊഴിയാണ് ജയിലിലെത്തി ഹാജരായ ശേഷം തങ്കച്ചൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. 1997 ഇടുക്കിയിൽ നടന്ന കൊലപാതകം ഈ കേസിൽ പ്രതിയാവുകയും പിന്നീട് കോടതി ശിക്ഷിക്കുകയുമായിരുന്നു. 2000 തങ്കച്ചൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തുന്നത്. 2003 പരോളിന് പോയി. അതിനുശേഷം മടങ്ങി വന്നില്ല. പോലീസ് പല സമയങ്ങളിലായി തങ്കച്ചന് വേണ്ടിയുള്ള അന്വേഷണം നടത്തിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം അന്വേഷണം നടത്തി. മൊബൈൽ ഫോൺ ഉൾപ്പെടെ അങ്ങനെ ഉപയോഗിക്കുന്നൊരു സ്വഭാവം തങ്കച്ചന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടും തങ്കച്ചനെ കണ്ടെത്തുന്നതിന് 2000 ശേഷം മൊബൈൽ ഫോണൊക്കെ സജീവമായി വീട്ടുകാരുടെ ഫോൺ ഉൾപ്പെടെ പോലീസ് ട്രേസ് ചെയ്തിരുന്നു. പക്ഷേ തങ്കച്ചൻ ആ നിലയ്ക്ക് വീട്ടുകാരുമായി ബന്ധപ്പെടുന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇടയ്ക്ക് വീട്ടിൽ വന്നു പോയിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ തങ്കച്ചൻ നൽകുന്നത്. മകളുടെ ഭർത്താവിനൊപ്പമാണ് ഇന്ന് ജയിലിലേക്ക് തങ്കച്ചൻ എത്തുന്നത്. 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ ഇനി മറ്റാരും നോക്കാനില്ലാത്തത് കൊണ്ട് ചികിത്സയും ഭക്ഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയിലാണ് കൂടുതൽ സുരക്ഷിതം എന്ന ഒരു തോന്നൽ തങ്കച്ചനുണ്ടായിരുന്നു എന്ന കാര്യം ജയിലധികൃതർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരികെ എത്തിയത്, മറ്റെന്തെങ്കിലും ഒരു മാനസാന്തരം അതുപോലുള്ള കാര്യങ്ങളുണ്ടോ എന്ന കാര്യമൊക്കെയും ജയിലധികൃതർ പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും വളരെ ഒരു പ്രത്യേകമുള്ള ഒരു കാര്യമാണ്. കാരണം 20 വർഷം മുങ്ങി നടക്കുകയും അതിനുശേഷം ജയിലിലേക്ക് കുറ്റവാളി തിരികെ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്.